എന്തുകൊണ്ടാണ് എനിക്ക് ഇത് സംഭവിക്കുന്നത് എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? എന്തുകൊണ്ടാണ് എൻ്റെ ദുആക്ക് ഉത്തരം ലഭിക്കാത്തത്? എന്തുകൊണ്ടാണ് ഞാൻ അല്ലാഹുവിൽ നിന്ന് വളരെ അകലെയാണെന്ന് തോന്നുന്നത്? നിങ്ങളെ തകർക്കുന്ന ഈ നിമിഷങ്ങൾ യഥാർത്ഥത്തിൽ അല്ലാഹു നിങ്ങളെ ആഴത്തിൽ സ്നേഹിക്കുന്നു എന്നതിൻ്റെ അടയാളങ്ങളായിരിക്കാം. ഈ വീഡിയോയിൽ ഞാൻ പങ്കുവെക്കാം. അല്ലാഹു നിങ്ങളെ സ്നേഹിക്കുന്നുവെന്ന് തെളിയിക്കുന്ന 4 കാര്യങ്ങൾ. എന്നാൽ അവ അവൻ്റെ സ്നേഹത്തിൻ്റെ തെളിവാണ്. നമുക്ക് ആരംഭിക്കാം. താഴ്ന്ന അവസ്ഥ അനുഭവിക്കുന്ന ഒരാൾക്ക് അല്ലാഹു നിങ്ങളെ സ്നേഹിക്കുന്നു. ഓരോ വിശ്വാസിയും ബലഹീനതയുടെ നിമിഷങ്ങളിലൂടെ കടന്നുപോകുന്നു. നമസ്കാരം ഭാരമായി തോന്നുന്ന സമയങ്ങളുണ്ട്. ഹൃദയം അകലെയായി തോന്നുന്നത് പോലെ തോന്നുന്നു. നിങ്ങൾ ആത്മീയമായി ക്ഷീണിതനാണ്. പക്ഷേ വിശ്വാസത്തിൽ താഴ്ന്നതായി തോന്നുന്നത് എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? പലപ്പോഴും ആഴത്തിലുള്ള ചിന്തയിലേക്ക് നയിക്കുന്നു അത്. നിങ്ങൾക്ക് ഒരിക്കൽ ഉണ്ടായിരുന്ന ഒരു മനുഷ്യൻ്റെ മാധുര്യത്തെ ഓർമ്മിപ്പിക്കുന്നു. അത് നിങ്ങളെ വീണ്ടും അതിനായി കൊതിപ്പിക്കുന്നു. ഈ ആഗ്രഹം തന്നെ ഈമാൻ്റെ അടയാളമാണ്. കാരണം ഹൃദയം ഇപ്പോഴും കരുത്തുള്ളവനാണ്. അല്ലാഹു പറയുന്നു, അവൻ നിങ്ങളെ നഷ്ടപ്പെട്ടതായി കണ്ടെത്തി നിങ്ങളെ നയിച്ചു. അതിനാൽ നിങ്ങൾ നഷ്ടപ്പെട്ടതായി തോന്നുമ്പോൾ മാർഗനിർദ്ദേശം ഒരിക്കലും അകലെയെന്ന് ഓർമ്മിക്കുക. അല്ലാഹു സ്നേഹിക്കുന്നവരെ നയിക്കുന്നു. വിശ്വാസത്തിൽ മുങ്ങുന്നത് പലപ്പോഴും ശക്തമായ തിരിച്ചുവരവിൻ്റെ തുടക്കമാണ്. 2 പേർ ദുആ ചെയ്യുകയും നിങ്ങൾ ആവശ്യപ്പെട്ടത് ലഭിക്കാതിരിക്കുകയും ചെയ്യുന്നു. രാത്രിയിൽ നിങ്ങൾ അല്ലാഹുവിനോട് യാചിച്ചു, നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ നിന്ന്. പക്ഷേ നിശബ്ദതയോ അതിലും മോശമോ ആയി. മറിച്ച് അത് വേദനിപ്പിക്കുന്നു. പക്ഷേ ശ്രദ്ധാപൂർവം ശ്രദ്ധിക്കുക. അല്ലാഹു ഒരു പ്രതികരണം വാഗ്ദാനം ചെയ്യുന്നു. എന്നെ വിളിക്കൂ, ഞാൻ നിങ്ങളോട് ഉത്തരം നൽകും. പ്രവാചകൻ പറഞ്ഞു, പാപമോ കുടുംബ ബന്ധങ്ങൾ വിച്ഛേദിക്കലോ ഇല്ലാത്ത ഒരു ദുആ ഉപയോഗിച്ച് അല്ലാഹുവിനെ വിളിക്കുന്ന ഒരു മുസ്ലിമുമില്ല. പക്ഷേ അല്ലാഹു അവന് 3 കാര്യങ്ങളിൽ ഒന്ന് നൽകും. ഒന്നുകിൽ വേഗത്തിൽ പ്രതികരിക്കും, അല്ലെങ്കിൽ അവൻ അത് പരലോകത്ത് അവന് വേണ്ടി സൂക്ഷിക്കും, അല്ലെങ്കിൽ അവൻ അവനിൽ നിന്ന് അതിൽ തുല്യമായ ഒരു തിന്മ വഴിതിരിച്ചുവിടും. അതിനാൽ നിങ്ങളുടെ ദുആ നിങ്ങൾ സങ്കൽപ്പിച്ച രീതിയിൽ വന്നില്ലെങ്കിൽ, നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലെങ്കിലും അല്ലാഹു നിങ്ങൾക്ക് നല്ല രീതിയിൽ അതിന് ഉത്തരം നൽകിയെന്ന് അറിയുക. അത് നിരസിക്കില്ല. അത് ദൈവിക സ്നേഹമാണ്. 3. പാപത്തിൽ വീഴുകയോ തെറ്റുകൾ വരുത്തുകയോ ചെയ്യുക. നിങ്ങൾ എന്തെങ്കിലും തെറ്റ് ചെയ്തു, ഒരുപക്ഷേ നിങ്ങൾ ഒരിക്കലും ചെയ്യില്ലെന്ന് നിങ്ങൾ വാഗ്ദാനം ചെയ്ത ഒന്ന് ഇപ്പോൾ കുറ്റബോധം തകർക്കുന്നു. പക്ഷേ നിങ്ങളുടെ ഹൃദയത്തിൽ ഖേദിക്കുന്ന ആ കുറ്റബോധം, അത് ഈമാനിൻ്റെ അടയാളമാണ്. അത് അല്ലാഹു നിങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞിട്ടില്ല എന്നതിൻ്റെ അടയാളമാണ്. വാസ്തവത്തിൽ പ്രവാചകൻ പറഞ്ഞു, ആദമിൻ്റെ എല്ലാ മക്കളും പാപികളാണ്. പക്ഷേ പാപമോചനം ചെയ്യുന്നവരാണ് ഏറ്റവും നല്ല മനുഷ്യർ. ഖുർആനിൽ അല്ലാഹു പറയുന്നു, തീർച്ചയായും അല്ലാഹു പാപമോചനം തേടുകയും സ്വയം ശുദ്ധീകരിക്കുകയും ചെയ്യുന്നവരെ സ്നേഹിക്കുന്നു. അതിലും അതിശയകരം, അല്ലാഹു അവരുടെ ദുഷ്പ്രവൃത്തികളെ നന്മയാക്കി മാറ്റും. നിങ്ങളുടെ ഏറ്റവും മോശം നിമിഷങ്ങളെ ആഴത്തിൽ സ്നേഹിക്കുന്ന ഒരാൾക്ക് മാത്രമേ നിങ്ങൾക്ക് പ്രതിഫലം നൽകാൻ കഴിയൂ. കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്ന 4 പേർക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, വൈകാരിക വേദന, കുടുംബ പ്രശ്നങ്ങൾ, ഹൃദയാഘാതം എന്നിവയാൽ ആത്മാർത്ഥമായി തിരിച്ചുവന്നതിന് നിങ്ങൾക്ക് പ്രതിഫലം നൽകാൻ കഴിയൂ. അവർ നിങ്ങളെ കുലുക്കുന്നു. പക്ഷേ ഈ പരീക്ഷണങ്ങൾ ശിക്ഷകളല്ല, അവ ശുദ്ധീകരണങ്ങളാണ്. അവ ഓർമ്മപ്പെടുത്തലാണ്. അവരുടെ വഴികൾ അല്ലാഹു നിങ്ങളെ അടുപ്പിക്കുന്നു. പ്രവാചകൻ പറഞ്ഞു, അല്ലാഹു ഒരു ദാസനെ സ്നേഹിക്കുമ്പോൾ അവൻ അവരെ പരീക്ഷിക്കുന്നു. ഭയം, വിശപ്പ്, ധനനഷ്ടം, ജീവനഷ്ടം, ഫലനഷ്ടം എന്നിവ മുഖേന നിങ്ങളെ നാം പരീക്ഷിക്കുക തന്നെ ചെയ്യും. ക്ഷമാശീലർക്ക് സന്തോഷവാർത്ത അറിയിക്കുക. ഖുർആനിൽ
കാണാം. ഈ പരീക്ഷണങ്ങൾ നിങ്ങളുടെ വളർച്ചയ്ക്ക് അനുയോജ്യമായതാണ്. അവ അഹങ്കാരവും അക്ഷമയും ബലഹീനതയും തുറന്നുകാട്ടുന്നു. നിങ്ങൾ ഒരിക്കലും ശ്രദ്ധിക്കാത്തത് എന്തുകൊണ്ട്? നിങ്ങൾ അവരെ സുഖപ്പെടുത്താനും നിങ്ങളുടെ അല്ലാഹുവിനോട് കൂടുതൽ അടുക്കാനും കഴിയും. അല്ലാഹു നിങ്ങളുടെ ഉള്ളിലുള്ളത് പരീക്ഷിക്കുകയും നിങ്ങളുടെ ഹൃദയത്തിലുള്ളത് ശുദ്ധീകരിക്കുകയും ചെയ്യുന്നു. അതിനാൽ നിങ്ങൾ കേൾക്കാതെ നഷ്ടപ്പെട്ടതായി തോന്നുന്നുവെങ്കിൽ, തകർന്ന പാവമോ പരീക്ഷിക്കപ്പെട്ടതോ ആണെങ്കിൽ അല്ലാഹു നിങ്ങളെ ഉപേക്ഷിച്ചുവെന്ന് കരുതരുത്. ഈ മോശം കാര്യങ്ങൾ പലപ്പോഴും അവൻ്റെ സ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്. അവ അല്ലാഹുവിൽ നിന്നുള്ള മന്ത്രിക്കലുകളാണ്. എൻ്റെ അടുക്കൽ തിരിച്ചുവരൂ, ഞാൻ ഇപ്പോഴും ഇവിടെയുണ്ട്.